നമ്മുടെ SSC GD കോൺസ്റ്റബിൾ 2025, അതായത് ഇപ്പം നടന്ന പരീക്ഷേൻ്റെ റിസൾട്ട് വന്ന കാര്യം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത തവണ പ്രിപ്പയർ ചെയ്യുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലിസ്റ്റിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ വന്നു, കാര്യങ്ങൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിതിൽ അനലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മളൊരു കറണ്ട് അഫയേഴ്സ്, നിങ്ങൾ മുമ്പിലേക്ക് ഏതെങ്കിലും പരീക്ഷകൾ എഴുതാൻ തീരുമാനിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, 500 കറണ്ട് അഫയേഴ്സ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ ഒരു കണ്ടന്റിൽ SSC GDൻ്റെ ഈ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇനി നിങ്ങൾക്ക് അത് ആവശ്യമില്ലാന്നാണ്, കറക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ എത്തുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ മതിയാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് 2025 മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ്, ഏകദേശം 500ഓളം കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്, ഗ്ലോബൽ എക്കണോമി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി, അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ്, അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ്, സ്പോർട്സ് എന്നൊക്കെ ഒരുപാടധികം ചോദ്യങ്ങൾ പല പരീക്ഷയ്ക്കും നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ്. പിന്നെ നാഷണൽ ന്യൂസ്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ്, ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. സോ ഈ ഒരു PDF നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും, UPSC, SSC, അതുപോലെ തന്നെ RRB, ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 500ഓളം കറണ്ട് അഫയേഴ്സ് ആണുള്ളത്. സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇവിടെ കാണുന്ന ഈ ഒരു QR കോഡിൽ 49 രൂപ പേ ചെയ്തതിന് ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ 2025 ഈ ഒരു SSC GD നടക്കുന്ന സമയത്ത് ആദ്യം സംഭവിച്ചിട്ടുള്ള കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് അപേക്ഷിച്ചവരിൽ നിന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ, ആരും തന്നെ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പേരിൽ റിജക്റ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഒരു കുട്ടി പോലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല ഇത്തവണ അപേക്ഷ സമർപ്പിച്ച സമയത്ത് എൻ്റെ അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ട്, ഫോം റിജക്റ്റ് ആയിട്ടുണ്ടെന്ന് ഒരു കുട്ടി പോലും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അപേക്ഷ സമർപ്പിച്ചു, പരീക്ഷയ്ക്ക് എത്താൻ ലേറ്റായി, അതുപോലെ തന്നെ നമ്മുടെ ID കാർഡുള്ള പ്രശ്നങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതുകൊണ്ട് തന്നെ പലർക്കും എന്തായിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങൾക്ക് സോൾവ് ചെയ്ത് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ വൈകിയതിന് കാരണമായിട്ട് പലർക്കും എക്സാം എഴുതാൻ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു കുട്ടിക്ക് പോലും എൻ്റെ അറിവിൽ നമ്മുടെ വീഡിയോ കണ്ട് അപേക്ഷ സമർപ്പിച്ചവർക്ക് അവരുടെ ഫോം റിജക്റ്റ് ആയിട്ടില്ല, പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതേ പോയിന്റിൽ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, അന്ന് ഞാൻ അപേക്ഷിച്ച എൻ്റെ ഒരു അപേക്ഷ, അതായത് എൻ്റെ തന്നെ ഫോം അപേക്ഷിക്കുന്നതായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു അപേക്ഷ ഞാൻ സമർപ്പിച്ചു, അതിനുശേഷം പരീക്ഷ എഴുതി, ഞാൻ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ഒട്ടും സമയമില്ലാത്ത ടൈമിലാണ് ഞാനത് ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായി പറയുകയാണെങ്കിൽ എൻ്റെ 3rd ഇയർ ഡിഗ്രി എക്സാം നടക്കുന്ന സമയമായിരുന്നു അന്ന്. എന്നിട്ട് അതിനുശേഷം എനിക്ക് 2 വീക്കിൻ്റെ അടുത്ത്, 2 ആഴ്ചൻ്റെ അടുത്ത് മാത്രമേ ഡിഗ്രി എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിനേക്ക് ലഭിച്ചിട്ടുള്ളൂ. അതും എനിക്ക് ഈ 2 വീക്ക് മൊത്തമായിട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഏകദേശം 1-2 മണിക്കൂർ ഒരു ദിവസം എനിക്ക് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. ആ സമയം ഞാൻ കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം നോക്കി പഠിക്കുകയേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പ്രോ ഇനി 60 ദിവസമേ ഉള്ളൂ, ഞാൻ ജോലിയിലായിരുന്നു, എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഞാനിപ്പോൾ പാസ്സായതെന്ന് പറയുന്നത്. അത് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. പക്ഷേ മുന്നോട്ട് അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. നെക്സൽ ഏരിയ കട്ടാവാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്നിവീർസ്, നമുക്കിവിടെ അഗ്നിവീർസിനും കൂടി SSC GDയിൽ വേക്കൻസി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഒരുപാടധികം വേക്കൻസി, അതുപോലെ തന്നെ കേരളത്തിൻ്റെ നെക്സൽ ഏരിയയുടെ കൂടുതലുണ്ടെങ്കിൽ അത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റിൽ വരാനായിട്ടുള്ള സാഹചര്യം കൂട്ടുന്നത് തന്നെയാണ്. നമ്മൾ നല്ല പ്രിപ്പറേഷൻ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി നിങ്ങൾ ഒട്ടും പ്രാക്ടീസ് ചെയ്യരുത്, പ്രിപ്പയർ ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒട്ടും സമയം കിട്ടാത്തവരുണ്ടാവും, ജോലി തിരക്ക്, ഒന്നും മാറ്റി വെക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾക്കും പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിവേ, നമുക്കിതിൻ്റെ ലിസ്റ്റിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫീമെയിൽസിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങൾ ഇതൊക്കെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. കേരളത്തിൻ്റെ ആദ്യം നമ്മൾ നോക്കുന്നത് ഫീമെയിൽസിൻ്റെ കട്ട് ഓഫാണ്. വനിതകൾക്ക് കേരളത്തിൽ എത്ര കട്ട് ഓഫ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കേരള ഗേൾസിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കേരള ഗേൾസിൻ്റെ ജനറൽ ഏരിയയിൽ വരുന്ന
നമ്മുടെ EWSന്റെ കട്ട് ഓഫ് ഇവിടെ കാണാൻ സാധിക്കും. 72 വന്നിട്ടുള്ളത്. 72.56 അങ്ങനെ ഉണ്ട്, പക്ഷേ നമ്മൾ ഒരു റൗണ്ട് ഫിഗർ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ EWSന് വന്നിട്ടുള്ളത് 72. OBC വന്നിട്ടുള്ളത് ജനറൽ ഏരിയ ആണ് കേട്ടോ പറയുന്നത്, 101. അതുപോലെ തന്നെ SC വന്നിട്ടുള്ളത് 83 കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനറൽ ഏരിയയിൽ ജനറലിന് 95 കൂടുതലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ EWS കാണാൻ സാധിക്കുന്നതാണ്, അത് നെക്സൽ ഏരിയ ആണ്. നെക്സൽ ഏരിയ 48 വന്നിട്ടുള്ളത്. OBC നെക്സൽ ഏരിയക്ക് വന്നിട്ടുള്ളത് 44 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SC വിഭാഗത്തിന് 34 കട്ട് ഓഫ് വന്നിട്ടുള്ളത്, നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ 48 ജനറലിന് നെക്സൽ ഏരിയയിൽ വന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കേരളത്തിൽ വനിതകളുടെ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുമ്പ് ഇതിൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്ത് ഏകദേശം കൃത്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ OBCൻ്റെ ഒക്കെ പറഞ്ഞത് ഒരുപാട് മാറിപ്പോയി. OBCക്കൊക്കെ ഒരുപാട് കട്ട് ഓഫ് വന്നിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കാര്യത്തിൽ, നമ്മൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു ജനറൽ അതുപോലെ തന്നെ ഫീമെയിൽസിൻ്റെ ജനറലും OBC മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മെയിൻ കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ചെറുങ്ങനെ ഒന്ന് പിശകിപ്പോയതും. പക്ഷേ ആൺകുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പ്രഡിക്ഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. ഇനി നമുക്ക് ആൺകുട്ടികളുടെ കട്ട് ഓഫ്, കേരളത്തിൽ വന്നിട്ടുള്ള ആൺകുട്ടികളുടെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈ ഫോർ സ്റ്റേറ്റ്, നമ്മുടെ ഇതിനു വേണ്ടിയിട്ടാണ്, ഫിസിക്കലിന് വേണ്ടി ക്വാളിഫൈ ആയിട്ടുള്ള ആൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ കേരളത്തിൻ്റെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ ESM 32 മാർക്കാണ് ജനറൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ EWSന് 40 മാർക്കിൻ്റെ അടുത്താണ് ജനറൽ ഏരിയയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ OBCക്ക് കാണാൻ സാധിക്കും 58 മാർക്കാണ് വന്നിട്ടുള്ളത്. SC വിഭാഗത്തിന് 50 മാർക്കാണ് വന്നിട്ടുള്ളത്. ST വിഭാഗത്തിന് 43 മാർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജനറൽ ഏരിയയിൽ ജനറൽ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 58 മാർക്കാണ് അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ EWSലേക്ക് കിടക്കുകയാണെങ്കിൽ അത് നെക്സൽ ഏരിയ ആണ്. ഇവിടെ നെക്സൽ ഏരിയ EWSന് വേണ്ടിയിട്ടുള്ളത് 40 മാർക്കാണ് കട്ട് ഓഫ്. അതുപോലെ തന്നെ OBC നെക്സൽ ഏരിയ 40 മാർക്കിൽ കൂടുതലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ SC നെക്സൽ ഏരിയക്ക് 32 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്, ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ST വിഭാഗത്തിൽ നെക്സൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 38. ജനറൽ നെക്സൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 48 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ഒരു സെൻട്രലായിട്ട് കൊടുത്തതായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കൂടി നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഇതിൻ്റെ ലിസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ കാണുന്നത് വനിതകളുടെ ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലിസ്റ്റ് 1 ഓഫ് ഫീമെയിൽ കാൻഡിഡേറ്റ് ക്വാളിഫൈ ഫോർ PET PST ഇൻ റോൾ നമ്പർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളിതിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്കിത് കിട്ടിയില്ല, നിങ്ങളുടെ റോൾ നമ്പർ അടിച്ച് വലിയൊരു ലിസ്റ്റാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ വലിയൊരു PDF പേജിലുള്ള ലിസ്റ്റാണ്. നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് PDFൽ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് മുമ്പ് ഞാനൊരു കട്ട് ഓഫ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ കട്ട് ഓഫ് പറഞ്ഞിട്ടില്ലേ, ആ കട്ട് ഓഫിനേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ 2 ലിസ്റ്റ്, ഇത് വനിതകളുടെ ഫീമെയിൽസിൻ്റെ ലിസ്റ്റാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ ലിസ്റ്റ് മറ്റൊന്നുണ്ട്. ഇത് രണ്ടും അല്ലാണ്ട് മൂന്നാമതൊരു ലിസ്റ്റ് ഉണ്ട്, അത് കൺഫേം ആവാത്തൊരു വിഭാഗത്തിൻ്റെയാണ്, മറ്റ് സാങ്കേതിക തകരാറും പല കാരണങ്ങൾ കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ്. അത് നമുക്ക് അത്ര പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മാർക്കിൻ്റെ മുകളിൽ ഇപ്പം പറഞ്ഞിട്ടുള്ള കട്ട് ഓഫിനേക്കാളും കൂടുതൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കട്ട് ഓഫില്ലേ, ആ കട്ട് ഓഫിനേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഈ PDF ഒറ്റയടിക്ക് വന്ന് ചെക്ക് ചെയ്ത്, ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ ഞാൻ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ കട്ട് ഓഫ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കട്ട് ഓഫിനേക്കാളും നല്ല രീതിയിലുള്ള മാർക്ക് എനിക്ക് കൂടുതലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് ഞാൻ ആലോചിച്ചു. പിന്നെ ഈ PDFൻ്റെ കാര്യം ഞാൻ ആലോചിച്ചു. അതായത് PDFൽ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ വലിയ ലാർജ് നമ്പർ ഓഫ് PDF അല്ലേ, വലിയ ക്വാണ്ടിറ്റി ഉള്ള ഒരു PDF അല്ലേ, ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്കങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കലോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങളിത് നോക്കാതെ പോയിട്ടല്ല, ഒറ്റയടിക്ക് നോക്കിയിട്ട് പോയിട്ട് ലാസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കാണ്ടിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങളും പഠിക്കാതെ ഇരുന്ന് ലാസ്റ്റ് ടൈമിൽ പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടുള്ള ചോദിക്കുന്ന ഉറപ്പുള്ള, ഇപ്പോൾ CDSൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ട് ചോദ്യങ്ങൾ വരും. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. അത് ഒട്ടും സമയമില്ലാത്തവരുടെ കേസിൽ, അത് ഞാൻ പ്രത്യേകം പോയിന്റ് ഇട്ട് പറഞ്ഞതാണ്, ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം അങ്ങനത്തെ പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത്
ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒട്ടും സമയത്ത് ഒരുപാട് പേരുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവർക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ മറ്റൊരു രീതിയിൽ അത് നിങ്ങൾ വ്യാഖ്യാനിക്കരുതെന്ന് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഈ PDF നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫീമെയിൽസിൻ്റെ ആണ്. നമുക്ക് മെയിൽസിൻ്റെ കൂടി നോക്കാം. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാണാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റ് 2 ഓഫ് മെയിൽ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് ഫോർ PET PST ഓൺ റോൾ നമ്പർ ഓർഡർ എന്നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ റോൾ നമ്പറോ അല്ലെങ്കിൽ പേരോ, ഏറ്റവും നല്ല റോൾ നമ്പറാണ്. റോൾ നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര പേജ് ഉണ്ടെന്നുള്ള കാര്യം. ഏകദേശം ഈ ഒരു പേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 7000 ചില്ലറ, 7000 കൂടുതൽ, 7079 അടുത്ത് പേജുള്ള PDF ആണ്. അപ്പോൾ വലിയൊരു ലാർജ് നമ്പർ ഓഫ് പേജസ് ഉള്ള PDF ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധയിൽ വെക്കുക, അത്രയേ പറയുന്നുള്ളൂ. എന്തായാലും ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത്. അടുത്ത SSC GDക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആവശ്യമാണ്. വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിലും പ്രിപ്പറേഷനിൽ ഒരു മുടക്കവും വരുത്തരുത്. കാരണം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി പലരും അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കോമ്പറ്റീഷൻ ഇനി മുമ്പോട്ട് കൂടാൻ തന്നെയാണ് ചാൻസ്. ഇത്തവണ കട്ട് ഓഫ് പല കാറ്റഗറീനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവാണ് കഴിഞ്ഞ തവണ കമ്പയർ ചെയ്യുന്ന സമയത്ത്. വേക്കൻസി കൂടിയത് കൊണ്ട് തന്നെയാണ് പ്രധാന കാരണം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരുപാടധികം വേക്കൻസി കൂടിയാലും മറ്റൊരുപാടധികം ഫാക്ടേഴ്സ് കൂടി ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ പാനിക്കാക്കാൻ പറയുന്നതല്ല, ഇപ്പോഴേ ചെറിയ രീതിയിൽ നിങ്ങൾ പഠനത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഇടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് കട്ട് ഓഫ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുടെ താഴെ ചോദിക്കാം. ഈ 2 PDFൻ്റെ ലിങ്കും, അതായത് ഈ ഒരു ലിസ്റ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ പറഞ്ഞ PDF-ൻ്റെ കാര്യങ്ങൾ, അതായത് CA കറണ്ട് അഫയേഴ്സിൻ്റെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.